ഇനി നമുക്ക് പഠിക്കാനുള്ളത് റെക്ടാങ്കുലർ സെലക്ഷൻ ആണ്. നമ്മളിവിടെ സെലക്ട് ഒബ്ജക്റ്റ് പറഞ്ഞിരുന്നു, സെലക്ട് ബൈ നെയിം പറഞ്ഞിരുന്നു, വിൻഡോ ക്രോസിംഗ് പറഞ്ഞിരുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് റെക്ടാങ്കുലർ സെലക്ഷൻ റീജിയൻ ആണ്. ഇത് പറയുന്നതിന് മുമ്പായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരെ ബെൽ ഐക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഉപകാരമായിരുന്നു. അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മുകളിൽ പഴയ വീഡിയോസിന്റെ ഇതിനു മുമ്പ് വന്ന എപ്പിസോഡ്സിന്റെ മുകളിൽ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് അതുകൂടി കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോയുടെ അവസാനവും ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന്റെ എൻഡ് സ്ക്രീൻസ് കാണിക്കുന്നതായിരിക്കും. അതും കാണാൻ ശ്രമിക്കുക. പാർട്ട് 1 മുതൽ പാർട്ട് 1 പാർട്ട് 2 എന്ന് മാർക്ക് ചെയ്താണ് നമ്മുടെ വീഡിയോ വരുന്നത്. പാർട്ട് 1 തുടങ്ങി കാണാൻ ശ്രമിക്കുക. എല്ലാ വീഡിയോകളും കാണുക. കണ്ടാൽ മാത്രം മനസ്സിലാകുകയില്ല, കൂടെ അത് ചെയ്തു നോക്കുകയും കൂടെ വേണം. മനസ്സിലാകാത്ത ഭാഗങ്ങൾ ബാക്ക് അടിച്ച് വീണ്ടും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നതായിരിക്കും. നമുക്ക് ഇനി റെക്ടാങ്കുലർ സെലക്ഷൻ റീജിയൻ എന്താണെന്ന് നോക്കാം. റെക്ടാങ്കുലർ സെലക്ഷൻ റീജിയനിൽ ബട്ടണിൽ ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലായിട്ട് 5 ഓപ്ഷൻസ് അവിടെ ഉണ്ട്. നമുക്ക് ഈ രീതിയിൽ ഓപ്ഷൻസിനെ മാറ്റി മാറ്റി എടുക്കാൻ കഴിയും. 2, മൂന്നാമത്തെ ഓപ്ഷൻ, 4ാമത്തെ ഓപ്ഷൻ, 5ാമത്തെ ഓപ്ഷൻ, ഇതുപോലെ 5 ഓപ്ഷനുകൾ നമുക്ക് എടുക്കാൻ കഴിയും. ഞാൻ ആദ്യത്തെ ഓപ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് റെക്ടാങ്കിളിന്റെ സിമ്പിൾ വരുന്ന ഓപ്ഷൻ, റെക്ടാങ്കുലർ സെലക്ഷൻ റീജിയൻ. ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടച്ച് ചെയ്താൽ, ആ റെക്ടാങ്കിൾ ടച്ച് ചെയ്താൽ അത് ആ 2 റെക്ടാങ്കിളും സെലക്ഷൻ ആവുന്നതായിരിക്കും. അതാണ് ആദ്യത്തെ റെക്ടാങ്കുലർ സെലക്ഷൻ റീജിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മുമ്പ് വിൻഡോ ക്രോസിംഗ് പറഞ്ഞപ്പോൾ ആ റെക്ടാങ്കിളിന്റെ ഉള്ളിൽ ഏതൊക്കെ ബോക്സുകൾ വരുന്നോ അത് മാത്രമേ വിൻഡോ ക്രോസിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. ഇതിനകത്ത് നമുക്ക് റെക്ടാങ്കിൾ വരയ്ക്കുമ്പോൾ ആ റെക്ടാങ്കിളിനകത്ത് ടച്ച് ആവുന്ന എല്ലാം നമുക്ക് സെലക്ട് ആവുന്നതായിരിക്കും. മറ്റൊരെണ്ണം കൂടി നമുക്ക് നോക്കാം. ജസ്റ്റ് ടച്ച് ആയാൽ മതി, അത് നമുക്ക് സെലക്ഷൻ ആയി കിട്ടുന്നതായിരിക്കും. അതാണ് റെക്ടാങ്കുലർ സെലക്ഷൻ റീജിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2ാമത്തെ ഓപ്ഷനെ പരിചയപ്പെടാം. റെക്ടാങ്കിളിന് പകരം നമുക്ക് ഇവിടെ ഒരു സർക്കിൾ ആണ് കാണിക്കുന്നത്. നമ്മൾ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ സർക്കിൾ രീതിയിലായിരിക്കും സെലക്ഷൻ വരുന്നത്. ആ സർക്കിളിൽ ടച്ച് ആവുന്ന എല്ലാ ബോക്സും അല്ലെങ്കിൽ ഏതെല്ലാം ഒബ്ജക്റ്റുകൾ അവിടെ ഉണ്ടോ അതെല്ലാം നമുക്ക് സെലക്ഷൻ ആയി കിട്ടുന്നതായിരിക്കും. അതാണ് സർക്കിൾ റീജിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ഓപ്ഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇതിനെ നമ്മൾ ഫെൻസ് റീജിയൻ എന്നാണ് പറയുന്നത്. ഈ ഓപ്ഷനെ നമ്മൾ ഫെൻസ് റീജിയൻ എന്നാണ് പറയുന്നത്. ഇതും ഉപയോഗം അത് തന്നെയാണെങ്കിലും നമ്മൾ സെലക്ട് ചെയ്യുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്. നമുക്ക് ഇതിനെ സെലക്ട് ചെയ്യുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്. ക്ലിക്ക് ചെയ്യുക, നമുക്ക് വരച്ചു കൊടുത്ത് നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. ഈ രീതിയിൽ നമുക്ക് വരച്ചു കൊടുത്ത് നമുക്ക് സെലക്ഷൻ ഉണ്ടാക്കാൻ കഴിയും. വേറെ സെലക്ഷൻ വേണമെങ്കിൽ വെളിയിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ നമുക്ക് മറ്റൊന്നിലും ടച്ച് ചെയ്യാതെ നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം ഈ രീതിയിൽ സെലക്ട് ചെയ്ത് നമുക്ക് സെലക്ഷൻ ഉണ്ടാക്കാവുന്നതാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് തൊട്ടാൽ പോലും ആ സെലക്ഷൻ ആക്റ്റീവായി നമുക്ക് കിട്ടുന്നതായിരിക്കും. അടുത്തത് എന്ന് പറയുന്നത് ലാസോ സെലക്ഷൻ റീജിയൻ എന്നാണ് ഇതിന്റെ പേര്. ഇത് നമ്മൾ ഫോട്ടോഷോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന ലാസോ ടൂളിന്റെ തന്നെ മറ്റൊരു രീതിയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ലാസോ സെലക്ഷൻ റീജിയൻ എന്ന് പറയുന്നത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് സെലക്ഷൻ ചെയ്യാം. ഇത് മാത്രമാണ് ഇതിനകത്ത് വ്യത്യാസം. ആ റെക്ടാങ്കിളിൽ ടച്ച് ചെയ്യുന്ന എല്ലാ ഭാഗങ്ങളും നമുക്ക് ഇവിടെ സെലക്ഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഈ രീതിയിൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അത് ടച്ച് ആവുന്ന എല്ലാ ഭാഗവും സെലക്ഷനിൽ കിട്ടുന്നതായിരിക്കും. അവസാനത്തെ ഓപ്ഷനാണ് പെയിന്റ് സെലക്ഷൻ. പെയിന്റ് സെലക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടില്ല. നമ്മളിന്ന് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സർക്കിള് ഡ്രാഗ് ചെയ്യുന്ന പോലെ ആക്കുമ്പോൾ നമുക്കൊരു സർക്കിൾ വരും. അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് സെലക്ഷൻ ആവും. ഒന്നിലധികം സെലക്ഷൻ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഈ മൗസിന്റെ ഈ ആരോടെ തൊട്ട് താഴെ ഒരു പ്ലസ് സൈൻ കാണുന്നത് കാണാം. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ രീതിയിൽ നമുക്ക് രണ്ടിനെയും
സെലക്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഈ രീതിയിലാണ് നമ്മൾ സെലക്ഷൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു സെലക്ഷൻ സെറ്റിനെ എങ്ങനെയാണ് സേവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് സേവ് ചെയ്യാനായിട്ട് ഞാൻ ഒരു 2 ഒബ്ജക്റ്റ് ഞാനിവിടെ വന്നിട്ട് റെക്ടാങ്കുലർ സെലക്ഷനിലിട്ടു. ഇവിടെ വന്ന് റെക്ടാങ്കുലർ സെലക്ഷനിലിടുക. സെലക്ഷനിലിട്ട ശേഷം 2 ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ അതിന് സെലക്ഷൻ 1 എന്നടിച്ചു കൊടുക്കുക. അതിനുശേഷം എൻ്റർ അടിക്കുക. ഔട്ടറിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ 3 ഒബ്ജക്റ്റും കൂടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ സെലക്ഷൻ 2 എന്നടിച്ചു കൊടുക്കുക. എൻ്റർ അടിക്കുക. അതിനുശേഷം ഔട്ടറിൽ ക്ലിക്ക് ചെയ്യുക. ഇതിനുശേഷം നമുക്ക് സെലക്ഷൻ 1 സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുക, സെലക്ഷൻ 1 എടുക്കുക. അപ്പോൾ നമ്മുടെ സെലക്ഷൻ 1 സെലക്ട് ആയിട്ടുണ്ട്. ഇത് ഔട്ടറിൽ ക്ലിക്ക് ചെയ്ത് ഡീസെലക്ട് ചെയ്യുക. വീണ്ടും നമുക്ക് സെലക്ഷൻ 2 സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ഷൻ 2ൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ സെലക്ഷൻ 2 ആണ് സെലക്ട് ആയി കിടക്കുന്നത്. ഈ രീതിയിലാണ് ഒബ്ജക്റ്റ് സെലക്ഷനെ നമ്മൾ സേവ് ചെയ്യുന്നത്. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ തുടരാം. താങ്ക് യു.